ഹായ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇന്ന് മുത്തശ്ശി ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. മുത്തശ്ശി ഇന്ന് അയ്യപ്പൻകാവ് അമ്പലത്തിൽ പോയതാണ്. ഞങ്ങൾക്ക് ഇനി പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. എനിക്ക് അമ്മൂനും മാളൂനും അല്ലേ മാളൂ? എന്താ പണി? നമ്മളെ ചന വെള്ളക്കടല കഴിഞ്ഞ ദിവസം ദിവ്യമായി ഉണ്ടാക്കിയ ആ രീതിയിലാണ് ഉണ്ടാക്കി നോക്കണം. അമ്മോണൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താവുന്നാവോ ചെലപ്പോ ടേസ്റ്റ് ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നൊന്നും ഇല്ല. അരച്ചൊക്കെ റെഡിയാക്കി അരച്ചത് നമ്മളെടുത്തില്ലേ? മിക്സഡ് ജാറ് കൊണ്ടുവന്നുണ്ടല്ലേ. അപ്പൊ ഇനി ഏതായാലും നമുക്ക് ഇതുണ്ടാക്കാം. അവിടെ പാത്രം വെക്കാം. അതിന് അമ്മ ഈ പാത്രം മാറ്റിക്കോളി, കുക്കർ മാറ്റിക്കോളൂ. നമ്മള് വേവിച്ച് വെച്ചാൽ കാണിച്ചു. ഇനി പാത്രം മാറ്റും, ഇനി ഇങ്ങോട്ട് വെക്കും. അപ്പൊ നമുക്ക് ഈ കടലയൊക്കെ ഇതിലേക്ക് മാറ്റാം കേട്ടോ. ഗൈസ്, നമ്മുടെ പാത്രം ഒന്ന് ചെറുതായി പോയി നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പൊ നമ്മൾ പാത്രം ഒന്ന് മാറ്റുകയാണ്. അലുമിനിയം. എല്ലാരും പറയും എന്തിനാ അലുമിനിയത്തിൽ ഉണ്ടാക്കണേ? ശരിക്കും നല്ലതല്ല കേട്ടോ, അതറിയാം. പക്ഷെ എന്നാലും എന്നൊന്നും ഇപ്പൊ ഉണ്ടാക്കാറില്ലേ. പണ്ട് അലുമിനിയ പാത്രം തന്നെ ഇരുന്നു ഇത്ര മുത്തശ്ശിയും പറയലുണ്ട്. അമ്പലങ്ങളിലും ഇപ്പോഴും അമ്പലങ്ങളിലും സ്റ്റീൽ പാത്രത്തിൽ അങ്ങനെയൊന്നും കൂട്ടാനൊന്നും വെക്കാറില്ല. പറയണെന്ന് വെച്ചാറില്ല, അസുഖം വരുന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പൊ പറയും എന്നും അത് കഴിക്കണില്ലേന്ന് തോന്നുന്നു. പക്ഷെ എന്നും അന്നദാനം അമ്പലത്തിലുള്ളവരൊക്കെ എന്നും കഴിക്കണില്ലേ? അമ്പലത്തിൽ വർക്ക് ചെയ്യണവരൊക്കെ അതുണ്ട്. പക്ഷെ എന്താണ് അതിന്റെ ഇത് അപ്പുറത്ത് അപ്പൊ കൂട്ടുകാരെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണെന്നുള്ളതൊന്ന് നമുക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. അമ്മ അപ്പുറത്തേക്ക് നിന്നോളൂ, നേരത്തെ നിന്നോടത്ത് എത്തിച്ചു. അമ്മ പറയാ ഇതിൽ കൊള്ളില്ലാന്ന്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പാത്രം ഒന്ന് മാറ്റി പിടിക്കാം. അതെ, അങ്ങനെയോട് കൊട്ടിയാ മതി അമ്മ, അങ്ങനെ കയ്യിലോണ്ട് ഇടണ്ട. അപ്പൊ കയ്യില് നമ്മുടെ നിങ്ങക്ക് വെള്ളക്കടലയാണോ അതോ ബ്രൗൺ കടലയാണോ ഇഷ്ടം എന്നുള്ളത് കമന്റ് ചെയ്യൂ കേട്ടോ. എനിക്ക് പൊതുവെ ഈ കടല ഇഷ്ടം, ഇത് ഭയങ്കര സോഫ്റ്റ് ആവുമല്ലോ. ആണോ? എനിക്കിതാ ഇഷ്ടം, ഇത് നല്ല സോഫ്റ്റ് ആവും. മറ്റേത് എത്ര വേവിച്ചാലും അങ്ങനെ തന്നെ കിടക്കും. ഇത് സോഫ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ മറ്റേത് പുട്ടിന്റെ കൂടെ പണ്ടൊക്കെ അങ്ങനത്തെ കിട്ടുള്ളൂ. പണ്ടൊന്നും ഇങ്ങനത്തെ കടല അങ്ങനെ ഇല്ല. നമ്മള് വാങ്ങാറൊക്കെ മറ്റല്ലേ. പിന്നെ കുറെ ആയിട്ട് ഇങ്ങനത്തെ കടലയും വാങ്ങും. ഇത് നമ്മൾ അരച്ചു വെച്ചതാണ് കേട്ടോ. ഇതിപ്പോ ഞാൻ എന്തൊക്കെയാ അരച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് സവോള, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക്, മല്ലിപ്പൊടി, തക്കാളി, വെജിറ്റബിൾ മസാല, പിന്നെന്താ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി പറഞ്ഞു, മഞ്ഞൾപ്പൊടി, അത്രേ ഉള്ളൂ. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അരച്ചെടുത്തതാണ്. ഇത്തിരി തേങ്ങയും കൂടെ ഇട്ടു. അതെ, അതിലും കുറച്ച് ഉപ്പ് ചേർത്തുണ്ട്. അപ്പൊ ഇതിലും ലേശം ഒന്ന് നമുക്ക് ഇട്ടുകൊടുക്കാം. മതിയാവില്ലേ? മതി. കാരണം ഇതില് ഞാൻ ഇത്തിരി ഉപ്പിട്ടിട്ടാണ് അരച്ചത്. അപ്പൊ ഇതേപോലെ ഒന്ന് എല്ലാരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ദിവ്യമായി എന്നുണ്ടാക്കിയപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഇത് എങ്ങനെയാണെന്ന് അറിയില്ല. പണ്ടൊക്കെ എവിടുന്നോ കഴിച്ചൊരു ഓർമ്മ ഉണ്ട്. നിങ്ങൾ ഈ വെള്ളക്കടല കയ്യിൽ കിട്ടിയാൽ അതിനേത് വിധത്തിലാണ് ഉണ്ടാക്കുക എന്നുള്ളത് കമന്റ് ചെയ്യൂ. അന്ന് നമ്മളെ ചീരയുടെ ഉപ്പേരി ഉണ്ടാക്കിയ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴേ ഓരോരുത്തർ എന്തൊക്കെയാ കൂട്ടുകാർ കമന്റ് ഇട്ടാറില്ല. പൊക്കോട ഉണ്ടാക്കുക അതുകൊണ്ട് ചീര കൊണ്ട്. അപ്പൊ ഇനി ഒരു ദിവസം നമുക്ക് പച്ചച്ചീര കിട്ടുമ്പോ ഉണ്ടാക്കി നോക്കണം. അപ്പൊ എന്തായാലും ആ ചേച്ചി പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് അറിയാത്ത കുറെ റെസിപ്പികൾ ഉണ്ടാവില്ലേ? നമുക്കിപ്പോ എല്ലാം ഒന്നും അറിഞ്ഞോളന്നില്ലല്ലോ, അറിയാത്തത് കുറെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഓരോ കൂട്ടുകാർ നമുക്ക് കമന്റ് ആയിട്ട് അയക്കുമ്പോ നമ്മൾ അതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം. എന്നാലേ അതിന്റെ വെറൈറ്റി, അതിന്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവും. അമ്പലത്തിൽ 9 മണിയായി. അതെ, ഇനിയിപ്പോ ഇത് വേഗം പുട്ടും ഈ കൂട്ടാനും റെഡി ആക്കിയിട്ട് അമ്പലത്തിൽ പോവാൻ. അപ്പൊ എന്നാ പുട്ടുണ്ടാക്കാം. ഇത് ഇവിടെ അങ്ങനെ തളച്ചോട്ടെ. പുതിയ പുട്ടും പാത്രം ഉദ്ഘാടനാണ്. അന്ന് നമ്മളിത് വാങ്ങിയപ്പോ കൊറേ കൂട്ടുകാര് ചോദിച്ചു എന്താണ് പിന്നെ ഇതിന് എത്രയാണ് റേറ്റ് വരുന്നത്. എല്ലാവരും വിചാരിക്കും ആരപ്പോ നിങ്ങളെ എത്രയൊക്കെ ചോദിക്കാനുള്ള ആൾക്കാർ. പക്ഷെ ഞങ്ങൾക്ക് ആൾക്കാരൊക്കെ അന്നേരം കമന്റ് ചെയ്യാൻ കണ്ടു ആരാപ്പോ നിങ്ങളോട് ഇതൊക്കെ ചോദിക്കണം. അതെനിക്ക് അത്യാവശ്യം എല്ലാ നന്നായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരടുത്തടക്കം ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആൾക്കാരൊക്കെ കൂടെ അല്ലാട്ടോ, നമ്മളെ വാട്സപ്പ് നമ്പറിൽ കൂടെയാണ് എല്ലാരും ചോദിക്കണത്. അപ്പൊ എത്രയാണ് ഇതിന് വില എന്ന് ചോദിച്ചായിരുന്നു. ഇതിന് 600 സംതിങ് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യണം. അപ്പൊ പുട്ട് ഉണ്ടാക്കാം. 2 കുറ്റിയാകുമ്പോ വേഗം ഉണ്ടാക്കി കഴിയേ. ഇത് വെക്കാം, പണി എളുപ്പാ. 7 8 പേരൊക്കെ ഉണ്ട്. അമ്മായിയുടെ അച്ഛനൊക്കെ വന്നിട്ടുണ്ട്. അതെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 9 പേരുണ്ടാവും നമ്മൾ. അപ്പൊ ഈ 9 പേർക്കൊക്കെ നമുക്ക് സുഖമായിട്ട് 2 കുറ്റി ഇങ്ങനെ വെച്ച് ഇങ്ങനെ വേഗം ഇവിടെ ഉള്ളവരൊക്കെ പിന്നെ നല്ല ഫുഡിയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ചമ്മു ഈ പുട്ടുംപാത്ത് തുറക്കാൻ പറ്റും. അത് പറ്റില്ല, ഇതിലാ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അതെ അതെ,
കഴുകാൻ പക്ഷെ ബ്രഷ് ഇട്ട് കഴുകേണ്ടി വരും അല്ലേ? അല്ലെങ്കിൽ കൊറേ ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴേ എന്തായാലും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ. ആ അമ്മായിയും കുഞ്ഞാവയും വരുന്നുണ്ട്. കുഞ്ഞാവ് ഉറങ്ങാണ്. കുഞ്ഞാവാ ഇങ്ങോട്ട് നോക്കൂ, ഇതിലേക്ക് നോക്കൂ, ഒരു ഹായ് കൊടുക്കൂ. ഉറക്കം വരുന്നുണ്ടോ? മാള് എങ്ങടാ പോണേ? പാലെടുക്കാനോ? എന്നാ പോയിട്ട് വരൂ. ഒരാള് പാലെടുക്കാൻ പോയതാ. അപ്പൊ ഇതൊക്കെ നല്ല തിളച്ചു കൂട്ടാം ഉപ്പിട്ടിട്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അരച്ചു കൂട്ടാം. കയ്യില് തരുമോ? കണ്ടേ, കുറച്ച് വെള്ളം കൂട്ടിക്കോളൂ. നല്ല ദിവ്യ ഉണ്ടാക്കിയ പോലത്തെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടോ? എന്താവുന്നൊന്നാവ്. ഞാൻ റെസിപ്പി ചോദിക്കണം വിചാരിച്ചു, പിന്നെ മറന്നു. പിന്നെ ഇന്ന് ചോദിക്കാൻ ഇപ്പൊ ഇവര് പോയതല്ലേ. പിന്നെ അതുപോലെ തന്നെ അതിലെന്തൊക്കെയാ കഴിച്ചതിന്റെ ടേസ്റ്റുകൾ വെച്ചിട്ട് സാധനങ്ങൾ ഇട്ടുന്നേ ഉള്ളു ഞാൻ. മാള് കളക്കണ ആള് കുറച്ച് കറിവേപ്പില ഇട്ടാലോ? ഹേയ്, ആരപ്പത് പറയണ? വാവ്, സൂപ്പർ സൂപ്പർ. ധാരാളം. എന്തായാലും ഇനി ഇരുന്ന കുറുകും, കാരണം അരച്ചു കൂട്ടിയതൊക്കെ അല്ലേ. അരച്ചു കൂട്ടിയതൊക്കെ അല്ലേ, ഇരുന്ന എന്തായാലും ഒന്നുകൂടെ കുറുകും. ഇപ്പൊ തന്നെ കണ്ടില്ലേ അല്ലേ? അപ്പൊ കുറച്ചുകൂടെ ഒഴിച്ചോളുന്നാ. നമ്മള് പുട്ടുപാത്രം എന്താ അവിടെ അമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കാൻ വെച്ചതാ. ഇത് കാണിക്കാൻ പറ്റില്ല. ഓ, നമ്മളുടെ നാടൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയുടെ കോലാണ് ഇപ്പൊ ഇത്. കട്ടേ നല്ല തണുപ്പല്ലേ, അതാണെങ്കിൽ വെയില് വന്നാ വെയിലിന് വെക്കാം. ഇതിപ്പോ ഇതിൽ ഒഴിക്കാൻ പറ്റുമോ? കൂട്ടാനും ഒഴിക്കാൻ പറ്റും തോന്നുന്നില്ല. നമുക്ക് വേറെ ഉണ്ടോ എടുക്കാം. കൊറച്ചൊക്കെ ഒഴിക്കാമോ? ഗ്യാസ് ഓഫ് ആക്കിയതായോ? തിളച്ചോ? അല്ല, ഒഴിച്ചോളൂ. അങ്ങനെ ഒന്നിച്ചു വരുവോ? ഇല്ലില്ല, തോന്നില്ല കേട്ടോ. ബാക്കിന്ന് തന്നെ ഉന്തോ, ബാക്കിന്ന്. അമ്മ പുട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. പുട്ട് വെച്ചിട്ടില്ല. അതെ, അല്ല കുറ്റീന്ന് ആവി വരുന്നുണ്ട്. കുറ്റീന്ന് ആവിയുണ്ട്. ചൂടായോ? തിളച്ചോട്ടെ വിചാരിച്ചിട്ട് ഞാനേ ഇപ്പൊ തന്നെ ഞാൻ പുതക്കൊന്ന് പറഞ്ഞ പിന്നിലേക്കടെ വീണേനെ. നമുക്ക് ഉപ്പും പാത്രം കറ്റത്ത് വെച്ച മാള് കൊണ്ടച്ചതപ്പോ കല്ലുപ്പാതെനിക്ക് അറിയില്ലായിരുന്നു. എന്താ നിനക്ക് അറിയാത്തത്? അങ്ങനെ അറിയാതിരുന്നിട്ട് എന്താ കാര്യം? നമുക്ക് നാളികേരൊക്കെ ഇട്ട് റെഡിയാക്കി വെക്കാം. ഈ കാരണം കൊണ്ട് ഏതായാലും നന്നാവട്ടെ. അതെ അല്ലേ മൂ? ഇവിടെ എല്ലാവർക്കും കുറ്റിപ്പുട്ട ഇഷ്ടം. പക്ഷെ എളുപ്പത്തിന് വേണ്ടി നമുക്ക് എപ്പോഴും നമ്മളെ പണ്ടേ ഉതിർപ്പുട്ട ഉണ്ടാക്കാറുള്ളത്. കൂടുതലും മുത്തശ്ശിയുടെ അവിടെയാണ് കുറ്റിപ്പുട്ട് ഉണ്ടാക്കുക അല്ലേ അമ്മേ? അതെ, നമ്മള് കൊറേ ആയി ഇതുപോലത്തെ ഒരു പാത്രം വാങ്ങണമെന്ന് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എന്തായാലും വാങ്ങിയപ്പോ എന്നാ 2 ആയിക്കോട്ടെ, എല്ലാരും ഉണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും ആകുമ്പോ ഈ ഓരോന്ന് എടുത്ത് ഇങ്ങനെ വെക്കാൻ നിക്കണ്ടേ. പിന്നെ ഒന്ന് നമ്മൾ എക്സ്ട്രീം വാങ്ങിയിട്ടുണ്ട്, അങ്ങനെ 3 ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു പാത്രം നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ സുഖ. അതെ, കൊറേ ആളൊക്കെ ഉള്ളവർക്ക് നല്ല സൗകര്യാണ്. നമ്മളെ പുട്ടൊക്കെ റെഡി ചെയ്താ കണ്ടു, ആവിയൊക്കെ വരുന്നു. ഇനി നമുക്ക് എടുക്കാട്ടോ. ചൂടുണ്ടോ? ഇല്ല, പുട്ട് കുത്തുന്ന സാധനം കിട്ടിയതായിരുന്നു. ഒപ്പം വാങ്ങിയത് നമ്മള് എവിടുന്ന് കടയിൽ നിന്ന് വാങ്ങി. സെപ്പറേറ്റ് വാങ്ങിയതാ? അതെ. എന്താ ഒരു ഫ്രീ വെക്കാത്ത? ഉണ്ടാവും ചിലത്. ചൂടുണ്ടോ? ചൂടുണ്ടേന് ശരിക്കും ഇത് വെച്ച ചൂടുണ്ടാവില്ല എന്നല്ല പറയാ. അതൊക്കെ ഇപ്പൊ പറച്ചില് മാത്രമേ ഉള്ളൂ. വേറെ തുണി വേണ്ടി വരും. അത്ര ചൂടുണ്ടോ? മെല്ലെ 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 മെല്ലെ. അമ്മ കശേ
പക്ഷേ കഷ്ണിട്ട് ശരിയായില്ല. ആ അമ്മ കഷ്ണം ഇട്ടത് ശരിയായില്ല കേട്ടോ. ഇത് ഇവിടുന്ന് പോണില്ല. ഉള്ളൂ. അതെ, പക്ഷെ അങ്ങനെ കുത്തരുത്, കേട് അത് കേട് വരുന്നല്ല, അത് ശരിയായിട്ടില്ല അമ്മ അതാ ഇട്ടത്. വേറെ കുഴപ്പമില്ല കേട്ടോ. എന്നാ നമ്മൾ ഇങ്ങനത്തെ അങ്ങനെ ഉണ്ടാക്കാറില്ലല്ലോ. ഇങ്ങോട്ട് വരുവാളൂ, കാണാല്ലേ. ഹായ്, സൂപ്പറായിരുന്നു. ഇതമ്മ ഒന്നേ ഇട്ടിട്ടുള്ളൂ, കുറച്ചും കൂടെ ഇടാതില്ലേ. കുറച്ചും കൂടെ അമ്മ കുറച്ച് ഞാൻ ഇതിലങ്ങനെ ഉണ്ടാക്കാത്തോണ്ടേ അത്രക്കുണ്ട്. തണുപ്പായി കഴിഞ്ഞാൽ നാവിന് ഇത്തിരി ഉളുക്കല് കൂടുതലാണ്. അതെല്ലാവരും എക്സ്ക്യൂസ് ചെയ്യും. ഏത്? ആ ഇത് ശരിക്ക് അമ്മ ഫുള്ള് നിറച്ചിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. ഇപ്പൊ മാത്രം ടച്ച് ഉണ്ട് മാള്. അപ്പൊ നമ്മള് പുട്ടുണ്ടാക്കലും കടല ഉണ്ടാക്കലും കൂട്ടാൻ വെക്കലൊക്കെ കഴിഞ്ഞു. ഇനി വന്നിട്ട് അമ്പലത്തിൽ പോയി കൊണ്ടുപോകണം ചായ കുടിക്കാൻ. അയ്യപ്പൻകാവില് പോയിട്ട് വരാം. മുത്തശ്ശി അമ്പലത്തിൽ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങാടിപ്പുറം ശ്രീ മാണിക്യപുരം അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ അയ്യപ്പൻകാവ് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയില്ലേ. നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. കുറെ നേരമായി ഓട്ടോ നോക്കി നിൽക്കണോ. കിട്ടിണ്ടായിരുന്നില്ല, പക്ഷെ പെട്ടെന്ന് കിട്ടി. അപ്പൊ ഇനി ഏതായാലും പോയോക്കട്ടെ. മുത്തശ്ശി നല്ല തിരക്കുണ്ട്, ശനിയാഴ്ചല്ലേ. പോയോക്കട്ടെ മുത്തശ്ശി എവിടെ നോക്കാം. അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശീനെ കണ്ടുപിടിക്കുക. മുത്തശ്ശി രാവിലെ നമുക്ക് പുഷ്പാഞ്ജലിയുടെ പ്രസാദവും പായസവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളതുകൊണ്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടെടുത്ത് തന്നെ വേണം. ചിലപ്പോൾ എല്ലാവരോടെങ്കിലൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. കുറേ പേര് നമ്മൾ അവിടുന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. മുത്തശ്ശിയുടെ വീഡിയോ കാണാറുണ്ട്, നിങ്ങളെ റെസിപ്പികളൊക്കെ സൂപ്പറാണ്, നിങ്ങളെ വീഡിയോ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നല്ല തിരക്കായിരുന്നു. കാര്യസാധ്യ പുഷ്പാഞ്ജലി നടക്കുന്ന ദിവസമാണ്. അപ്പോൾ ശനിയാഴ്ച, അപ്പോൾ അന്നത്തെ ദിവസമായിട്ട് പിന്നെ മുപ്പട്ട് ശനിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അമ്മ ദാ ക്യൂവിൽ പ്രസാദം വാങ്ങിക്കാൻ, പായസം വാങ്ങിക്കാൻ വേണ്ടി അമ്മ കുറച്ചു നേരം ക്യൂവിൽ നിൽക്കുകയാണ്. മുത്തശ്ശി അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത്. മഞ്ഞുകാലാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നല്ല വെയിലുണ്ടായിരുന്നു. എന്തോ ഭാഗ്യം, കുറേ നാൾക്ക് ശേഷം വെയിലൊക്കെ കൊണ്ടപ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ ഇന്ന് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. രാവിലെ പ്രഭാത ഭക്ഷണം, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് അന്നദാനവും ഒക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. ഞാൻ ഇതുവരെയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മ ഒരു പ്രാവശ്യം ശാന്തേച്ചിയുടെ കൂടെ പോയ സമയത്ത് കഴിച്ചിട്ടുണ്ട് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു, നമുക്കിന്ന് കയറിയാലോ അമ്മോ. ഞങ്ങൾ രാവിലെ കാപ്പിയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിശക്കാൻ തുടങ്ങി. മുത്തശ്ശി ഇതാ അവിടെ ക്യൂല് മുത്തശ്ശീനെ നിർത്തിയിട്ട് ഞങ്ങൾ വേഗം അന്നദാനം കഴിക്കാൻ വേണ്ടി കയറി. മുത്തശ്ശി അപ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോയിട്ട് മുത്തശ്ശിയും കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെരുപ്പൊക്കെ ഇട്ട് എല്ലാം തൊഴലും പ്രസാദം വാങ്ങിക്കലും ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോരാന്ന് ഓർത്തു. കുറേ ഓട്ടോ കാത്തു നിന്നു. എവിടുന്ന് ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സിനിമയ്ക്ക് പോകാൻ റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും. പോയി കഴിഞ്ഞപ്പോൾ തോന്നി, ഇത് തിയേറ്ററിൽ വന്നപ്പോൾ കാണേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, ടി വിയിലെന്നാലും കണ്ടാൽ മതിയായിരുന്നു എന്നൊക്കെ. പക്ഷെ എന്നാലും പോയതല്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായവും കാര്യങ്ങളൊക്കെ ചിലവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് പേഴ്സണലി സെക്കൻഡ് ഹാഫ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ലാലേട്ടൻ വന്നതുകൊണ്ട് മാത്രം. ലാലേട്ടനെ മാത്രം എൻജോയ് ചെയ്യാൻ വേണ്ടി ഒരു ഫാൻസ് പടമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അബ്ബബ്ബയാണ് കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. പൈസ ആ ഒരു നേരത്തേക്ക് നമ്മൾ ഇരുന്ന് കാണാം. ഒരാൾക്കൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് പോയി കാണുമ്പോൾ അത്യാവശ്യം എമൗണ്ട് വരുകൊണ്ട് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യണില്ല. പക്ഷേ രസമാണ്, കണ്ടിരിക്കാം. നമുക്കിങ്ങനെ ഓളം വെച്ച് കൈയടിച്ച് എന്താ പറയുക, ആ ഒരു ലാലേട്ടൻ വരുന്ന സമയത്തൊക്കെ ഉള്ള ആ ഒരു ആറ്റിറ്റ്യൂഡും മീശ പിരിക്കലും മുണ്ട് മടക്കി കുത്തലും അതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക്, മോഹൻലാൽ ഫാൻസിനാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ പേഴ്സണലി എനിക്ക് ഇഷ്ടമായോ ചോദിച്ചാൽ ഇഷ്ടമായില്ല, ഇഷ്ടമായില്ലേ ചോദിച്ചാൽ ഇഷ്ടമായി. ആ ഒരു സംഭവമേ ഉള്ളൂ കേട്ടോ. വലിയ ഇത് മാത്രം കഥാ കാര്യങ്ങളൊന്നുമില്ല. ഒരു മാഡ്നസ് എന്നുള്ള രീതിയിലൊരു അങ്ങനത്തെ ഒരു സിനിമ. അച്ഛന് തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സിനിമ കാണുന്നതിൻ്റെ ഇടയിൽ അച്ഛൻ ഫോണിൽ മറ്റേ ഫേസ്ബുക്കിലെ ന്യൂസ് ഫീഡ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയാണ് ന്യൂസ് എന്നുള്ള കാര്യം. ആദ്യമായിട്ടായിരിക്കും ഒരാൾ തിയേറ്ററിൽ വന്നിട്ട് ന്യൂസ് ഇരുന്ന് കാണുന്നത്. അപ്പോൾ അച്ഛന് തീരെ പറ്റില്ല. അച്ഛൻ പറയാം, എന്ത് പടാമോ ഇതിനൊക്കെ വരണമെന്നൊക്കെ. ഞാൻ പേഴ്സണലി ഇപ്പോൾ എനിക്ക് കാവ്യേച്ചിനെയൊക്കെ അത്ര അറിയണതുകൊണ്ട്, എനിക്ക് പേഴ്സണലി ഞാനൊരു ദിലീപ് ഫാനും കൂടി ആയതുകൊണ്ട്, ദിലീപ് കട്ട ഫാൻ അങ്ങനത്തെ അല്ല കേട്ടോ. എല്ലാവരും പേഴ്സണൽ ലൈഫിനെ പറ്റിയിട്ടല്ല ഞാൻ പറയണത്, അഭിനയത്തിനെ പറ്റി പറയുകയാണ്. ഇപ്പോൾ ചാന്തുപൊട്ട്, ചക്രമുത്ത്, പച്ചക്കുതിര, ഇതൊക്കെ കുഞ്ഞിക്കൂനൻ, ഇതൊക്കെ പുള്ളിനെ കഴിഞ്ഞിട്ടുള്ള വേറെ ആൾക്കും ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ കഴിവുണ്ട്. സിനിമ എന്ന് പറഞ്ഞത് അത് അതിൻ്റേതായ രീതിയിൽ കണ്ട് വിടുക, അല്ലാണ്ട് അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ ഇതിൽ പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. പക്ഷേ എനിക്ക് കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. ആ കുറച്ച് നേരം നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഈ ഒരു സിനിമയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ, ഹാപ്പി ക്രിസ്മസ്.